സാറിൻ്റെ ഓർഗനൈസേഷനിലേക്ക് ഈ ഒരു മാർജിനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്ലയൻറ്റുകൾ വരികയാണെങ്കിൽ നമ്മൾ എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് കൊടുക്കുന്നത്? അവർക്ക് 25 പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ ആ 25 പ്രോഡക്റ്റിൻ്റേതും കോസ്റ്റിംഗ് നമുക്ക് കൊടുക്കാൻ പറ്റും. ഓക്കെ. അതായത് ഞാൻ പറഞ്ഞത് ആ പ്രോഡക്റ്റിൻ്റെ കോസ്റ്റിംഗ് നമ്മുടെ ഒരു ഭാഗമാണ്. നമ്മുടെ ഓഫീസിലെ കോസ്റ്റ് അക്കൗണ്ടൻറ്റും കാര്യങ്ങളും ഉണ്ട്. കോസ്റ്റിംഗ് നമുക്കൊരു ഭാഗമാണ്. അതായത് ഞാൻ പറഞ്ഞു വന്ന എല്ലാ കോസ്റ്റും അപ് ടു ഈ കോസ്റ്റ് ഓഫ് സെയിൽസ് വരെയുള്ളത് നമുക്ക് ഞാൻ പറഞ്ഞത് പ്രൊഡക്റ്റ് വൈസിൽ എവരി ഡേ നമുക്ക് കിട്ടും. ആ കിട്ടുന്നതും സെയിൽ പ്രൈസുമായിട്ടുള്ള ഈ ഓപ്പറേറ്റിംഗ് മാർജിൻ നമുക്കവിടെ കൺസിസ്റ്റൻ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് കൃത്യമായും നമുക്ക് ഞാൻ പറഞ്ഞ മാനേജ്മെൻറ്റിനെ കറക്റ്റായിട്ട് ഇൻഫോം ചെയ്തിട്ട് അവിടെ അവരുടെ എക്സ്പീരിയൻസും നമ്മുടെ അക്കാഡമിക് എക്സ്പീരിയൻസും കൂടെ അലൈൻ ചെയ്തുകൊണ്ട് സ്ട്രാറ്റജികൾ അഡോപ്റ്റ് ചെയ്യാൻ പറ്റും. ആ സ്ട്രാറ്റജികൾ അഡോപ്റ്റ് ചെയ്താൽ ആ ഡിക്ലൈനിങ് ട്രെൻഡിനെ ഷോർട്ട് പീരീഡിൽ നമുക്ക് റിവേഴ്സ് ചെയ്യാൻ പറ്റും. ഒന്നെങ്കിൽ ആ പ്രോഡക്റ്റ് സ്റ്റോപ്പ് ചെയ്തിട്ട് ഓൾട്ടർനേറ്റീവ് വരും, അല്ലെങ്കിൽ ആ സെയിം പ്രോഡക്റ്റ് തന്നെ ഇന്നോവേറ്റ് ചെയ്തുകൊണ്ട്, അതായത് എന്തെങ്കിലും ഒരു മോഡിഫിക്കേഷൻസ് വരുത്തിക്കൊണ്ട് അല്ലെങ്കിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്തുകൊണ്ട് ആ സെയിം മാർജിനിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അത് ഞാൻ പറയുന്നത് പ്രാക്ടിക്കലി നന്നായി ആ പ്രോഡക്റ്റിനെ പറ്റി അല്ലെ സർവീസിനെ പറ്റി നമുക്ക് കോസ്റ്റിംഗ് സൈഡിൽ ഒന്ന് അനലൈസ് ചെയ്താൽ ഈ ഓപ്പറേറ്റിംഗ് മാർജിൻ നമുക്ക് കൺസിസ്റ്റൻ്റായിട്ട് നിലനിർത്താൻ അല്ലെങ്കിൽ ഇമ്പ്രൂവ് ചെയ്യാൻ, അതിനനുസരിച്ച് പ്രൊഡക്റ്റിൽ അല്ലെങ്കിൽ സർവീസിൽ മാറ്റങ്ങൾ വരുത്താൻ നമുക്ക് പറ്റും. ഇവിടെ ക്ലയൻറ്റിന് നമുക്ക് ഞാൻ പറയുന്നത് കറക്റ്റ് ഇൻപുട്ട് കൊടുക്കാൻ പറ്റും. ഇങ്ങനെയുള്ളവർക്ക് ശരിക്കും ഒരു കൺസൾട്ടിങ് ആവശ്യമാണ്. ശരിക്കും പറയുന്നത് സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസിനെ സംബന്ധിച്ചിടത്തോളം അവർ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു പ്രോബ്ലമാണ് അവരുടെ ടീം. അവർക്ക് ഞാൻ പറയുന്നത് റീറ്റെയിൽ ആണെങ്കിൽ ഹോൾസെയിൽ ആണെങ്കിൽ ആ ഹോൾസെയിലിനെ ഫോക്കസ് ചെയ്തിട്ടുള്ളത് മാത്രമേ ഉണ്ടാവൂ. കോസ്റ്റിംഗ് സൈഡിൽ അവർ ഒരു ടീം വേണം. ഈ ഓപ്പറേറ്റിംഗ് മാർജിനാണ് അതിൻ്റെ രാജാവ് എന്ന് അവർ പൂർണ്ണമായും ഉൾക്കൊണ്ടില്ലെന്നാണ് പറയുന്നില്ല, പൂർണ്ണമായും ഉൾക്കൊള്ളുന്നത് കുറച്ച് ആളുകളിലില്ല. അപ്പോൾ അത് ശരിക്കും ഞാൻ പറഞ്ഞത് ബിസിനസ്സിനെ മുന്നോട്ട് നയിക്കുന്നതിന് പകരം പിന്നോട്ട് നയിക്കാനായിട്ട് വളരെ സാധ്യതയുള്ള ഏരിയയാണ്.